പഴവങ്ങാടി ഗണപതി ക്ഷേത്രം, തിരുവനന്തപുരത്തെ പ്രശസ്തമായ വിഘ്നേശ്വര സന്നിധാനം. കിഴക്കേക്കോട്ടയ്ക്കടുത്ത് കോട്ട മതിൽക്കെട്ടിന്റെ ഈശാനഭാഗത്തായാണ് ഈ ക്ഷേത്രം നിലകൊള്ളുന്നത്. ഗണപതിയുടെ പ്രതിഷ്ഠ കൂടാതെ ഉപദേവതകളായി ദുർഗയുടെയും ശാസ്താവിന്റെയും പ്രതിഷ്ഠകളും ഈ ക്ഷേത്രത്തിലുണ്ട്. വിഘ്ന നിവാരണത്തിനും ആഗ്രഹ സബലീകരണത്തിനുമായി ഭക്തർ ഇവിടെ തേങ്ങയൊഴിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള ഐതിഹ്യവും ചരിത്രവും പഴയ തിരുവിതാംകൂർ സൈന്യത്തിലെ നായർ പടയാളികളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. തിരുവിതാംകൂറിന്റെ തലസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റുന്നത് AD 1760 അതിനു മുൻപ് ഇന്ന് തമിഴ്നാടിന്റെ ഭാഗമായ പത്മനാഭപുരമായിരുന്നു തലസ്ഥാനം. അന്ന് പത്മനാഭപുരം കൊട്ടാരത്തിന് പകലും രാത്രിയും കാവൽ നിന്നിരുന്നത് വിശ്വസ്തരും കരുത്തരുമായിരുന്ന നായർ പടയാളികളായിരുന്നു. കൊട്ടാരത്തിനു ചുറ്റുമുള്ള കോട്ടയുടെ ഒരു വശത്തായി പ്രശസ്തമായ മേലാങ്കോട് ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. ഈ ഭാഗത്ത് രാത്രി കാവലിനെത്തുന്ന പടയാളികൾ ഉഗ്രരൂപിണിയായ ദേവിയുടെ ശക്തിയാൽ തളർന്നു പോവുകയും നേരം വെളുക്കുമ്പോൾ ബോധരഹിതരായി തീരുകയും ചെയ്യുമായിരുന്നത്രേ. ഒരിക്കൽ ഗണപതി ഭക്തനായ ഒരു ഭടന് ഈ ഭാഗത്തെ രാത്രി കാവലിന് ഊഴം വന്നു. അന്ന് ജോലിക്ക് പോകും വഴി വള്ളിയൂരാറ്റിൽ കുളിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കാലിൽ എന്തോ ഒന്ന് തടഞ്ഞു. എടുത്തു നോക്കിയപ്പോൾ 6 ഇഞ്ചോളം വലിപ്പം വരുന്ന വലതുകാൽ മടക്കിയിരിക്കുന്ന ഗണപതി ഭഗവാന്റെ ഭംഗിയുള്ള ശിലാവിഗ്രഹം. തന്റെ ഇഷ്ടദേവന്റെ കാരുണ്യമായി കരുതി അദ്ദേഹം ആ വിഗ്രഹം അന്ന് കൂടെ കരുതി. അത്ഭുതമെന്ന പോലെ അന്ന് രാത്രി മേലങ്കോട് ദേവിയുടെ ഉഗ്രശക്തി അദ്ദേഹത്തെ ബാധിച്ചില്ല. പിറ്റേ ദിവസം മറ്റു ഭടന്മാരിതിന്റെ രഹസ്യം അന്വേഷിച്ചപ്പോൾ ആദ്യം പറഞ്ഞുകൊടുത്തില്ലെങ്കിലും പിന്നീട് ഈ ഗണപതി വിഗ്രഹത്തിന്റെ രഹസ്യം വെളിപ്പെടുത്തി. അന്നു മുതൽ മറ്റു ഭക്തന്മാരും ഈ വിഗ്രഹത്തെ പൂജിക്കുകയും തങ്ങളെ കാലങ്ങളായി ബാധിച്ചിരുന്ന പ്രശ്നത്തിൽ നിന്ന് മുക്തി നേടുകയും ചെയ്തു. രാജാത്തിന്റെ നായർ പട്ടാളത്തിന്റെ ഭടന്മാർ പൂജിച്ചു വന്നിരുന്നൊരു വിഗ്രഹമാണ്. ഒടുവിൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഈ നായർ ഇൻഫൻട്രിയെ, രാജാവിൻ്റെ പട്ടാളമായിരുന്ന നായർ ഇൻഫൻട്രിയെ മദ്രാസ് റെജിമെൻറ്റുമായിട്ട് അത് മിങ്കിൾ ചെയ്തു. ആ സമയത്ത് ഇതിൻ്റെ ക്ഷേത്രത്തിൻ്റെ പൂജാകാര്യങ്ങളും ബാക്കിയെല്ലാം പട്ടാളം ഏറ്റെടുത്തു. ആ സമയത്ത് രാജാവ് ഇത് മദ്രാസ് റെജിമെൻറ്റിന് വേണ്ടിയിട്ട് എഴുതി കൊടുത്തതാണ് ഈ ക്ഷേത്രം. അപ്പോൾ അന്നു മുതൽ ഇതിൻ്റെ നിയന്ത്രണമെല്ലാം പട്ടാളത്തിൻ്റെ കീഴിലാണ്. ഇവിടെ നിന്ന് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഭൂരിഭാഗവും തിരുവനന്തപുരം ജില്ലയിലുള്ള വിദ്യാർത്ഥികളുടെയും ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെയും സിവിലിയൻസിൻ്റെയും എല്ലാം അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടും അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടും അവരെ മറ്റുള്ള വെൽഫെയറിന് വേണ്ടിയിട്ടുമാണ് വിനിയോഗിക്കുന്നത്. ധർമ്മരാജ എന്നറിയപ്പെടുന്ന ആയില്യം തിരുനാൾ രാമവർമ്മയുടെ ഭരണകാലത്ത് AD 1760 തലസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റിയപ്പോൾ പടയാളികൾ തങ്ങളുടെ ഈ ആരാധനാമൂർത്തിയെയും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്ന് പഴയ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രവളപ്പിലെ ഒരരയാലിന്റെ ചുവട്ടിൽ സൂക്ഷിച്ചു. പിന്നീട് രാജാവിന്റെ അനുവാദത്തോടെ ഇന്ന് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഒരു ചെറിയ കോവിലുണ്ടാക്കി അവിടെ സ്ഥാപിച്ചു. കഴിഞ്ഞകാല ചരിത്രങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന താളിയോല ഗ്രന്ഥങ്ങളുടെ ഏറ്റവും വലിയ ശേഖരമുള്ളത് പത്മനാഭപുരം കൊട്ടാരത്തിലാണ്. മതിലകം രേഖകളെന്നാണ് ഇവ അറിയപ്പെടുന്നത്. ഇവയിൽ AD 1771 മഹാരാജാവിന്റെ എഴുന്നള്ളത്തിന് മഴ തടസ്സമാകാതിരിക്കാൻ ഈ ക്ഷേത്രത്തിൽ 300 തേങ്ങകൾ ഒളിച്ചതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ AD 1760 1771 ഇടയ്ക്ക് എന്നോ ആവണം ഈ ക്ഷേത്രം ഇവിടെ സ്ഥാപിക്കപ്പെട്ടത്. രാജഭരണവും നായർ പടയാളികളുമൊക്കെ ചരിത്രമായി മാറിയിട്ടും സ്വയംഭൂ എന്ന് കരുതുന്ന ഈ ഗണപതി ഭഗവാൻ വിഘ്നവിനാശകനായി അഭീഷ്ടസിദ്ധി പ്രദായകനായി ഭക്തർക്ക് പ്രസാദമായി അപ്പവും മോദകവുമേകി അനന്തപുരിയിൽ കുടികൊള്ളുന്നു.